അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളത്തിലെ ഓൺലൈൻ സംഘികൾ വല്ലാത്ത സങ്കടത്തിലാണെന്ന് തോന്നുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ പ്രിയപ്പെട്ട ലാലേട്ടൻ അവിടെ പോയില്ല, അക്ഷതമൊക്കെ സ്വീകരിച്ചു. അതിൻ്റെ ഒരു നിരാശ പൊതുവിൽ കാണുന്നുണ്ട്. ടി ജിക്ക് എന്താണ് തോന്നുന്നത്? അത് സ്വാഭാവികമായൊരു നിരാശയാണ്. കേരളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടും അയോധ്യയിൽ പോയില്ല എന്ന് പറയുമ്പോൾ ഈ സോ കോൾഡ് റൈറ്റ് വിങ് എന്ന് പറയാൻ പാടില്ല, നാഷണലിസ്റ്റുകൾ, അവർക്കൊരു നിരാശ. അത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായിരുന്നു. എത്ര തിരക്കാണെങ്കിലും അയോധ്യയേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ടോ സിനിമയ്ക്ക്? മാത്രമല്ല, പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം മോഹൻലാൽ എറണാകുളത്ത് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്ത് വലിയ CID പണിയൊക്കെ ചെയ്തിട്ടാണ് ഈ നിരാശ പ്രകടിപ്പിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ബേസിക്കലി ഇത് സംഭവിച്ചത് എല്ലാ രംഗങ്ങളിലും എന്നപോലെ സിനിമയിൽ രാഷ്ട്രീയം കുറെക്കാലമായി ഇടതുപക്ഷക്കാർ കുത്തിക്കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മുരളി, സിനിമാ നടൻ മുരളി സ്ഥാനാർത്ഥിയായി, ആർക്കൊരു വിഷമമൊന്നും ഉണ്ടായില്ല, വേണ്ടിയില്ല. ഇന്നസെൻ്റ് സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മെല്ലെ മെല്ലെ ഇപ്പുറത്ത് ഇതിന് അഗൻസ്റ്റായിട്ടുള്ള കൺസോളേഷൻ തുടങ്ങി. ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇന്ത്യ എടുത്താലും കേരളം എടുത്തു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ അപ്പർ ഹാൻഡ് ഈ പറയുന്ന ചാണകസംഖ്യകൾക്കാണ്. അതെ, അപ്പർ ഹാൻഡ് അവർക്കാണ്. അവരുടെ എഴുതാനുള്ള സാമർഥ്യം, ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തിട്ട്, വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ തമാശയൊക്കെ ചേർത്തിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് അവർ ചെയ്യും. മറ്റവർക്ക് ഒരു പോരാളി ഷാജിയും കുറച്ച് ടീമൊക്കെ ഉള്ളൂ. കുറേ തെറി പറയുക എന്നുള്ളതല്ല, അത് വേറെ. സാധാരണഗതിയിൽ ഭരണപക്ഷത്തിരിക്കുന്നവരെ കുറ്റം പറയാനാണ് എളുപ്പം. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ മോദി ഒരു വലിയ ഫിഗറായിട്ട് കേരളത്തിൽ നിൽക്കുന്നു. മോദിയുടെ പോപ്പുലാരിറ്റി, ഈ പോപ്പുലാരിറ്റി ഡെൻറ്റ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല. തെറി പറയുക ഇതാണ്. ഇപ്പോൾ ചാൻസലർ അഥവാ ഗവർണർ, അദ്ദേഹത്തെ അവർ നേരിടുന്ന കണ്ടിട്ടില്ലേ? ചീത്ത വിളിച്ചിട്ടാണ്. അല്ലാതെ മെറിറ്റ് ബേസിസിൽ നിങ്ങൾക്ക് ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ ഗതികൾ. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ കാര്യത്തിൽ വന്ന നിരാശ ഒരുപാട് പേര് ഷെയർ ചെയ്തു. പലരും മനസ്സില്ലാ മനസ്സോടെയും ഷെയർ ചെയ്യും. ഇപ്പോൾ സുനിലിൻ്റെ ഒരു പോസ്റ്റ് സുനിലിൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യും. മുഴുവൻ എനിക്കതിനോട് യോജിപ്പുണ്ടാവണമല്ല. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഈ ഇടതുപക്ഷം സിനിമാ രംഗത്ത് നടത്തിയ കയ്യേറ്റം, ആ കയ്യേറ്റത്തിന് തൊട്ട് പിന്നാലെ ഇവരുടെ ജിഹാദികളുടെ കയ്യേറ്റം സിനിമാ രംഗത്ത്, സംവിധാനം, നിർമ്മാണം, ഈ രംഗത്തൊക്കെ. അതുകൂടാതെ സിനിമയിൽ ഒഴുകുന്ന കള്ളപ്പണം, വിദേശപ്പണം, ഇതെല്ലാം ഈ നാഷണലിസ്റ്റുകളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. നിർഭാഗ്യവശാൽ ഈ നരേറ്റീവിനെ ആദ്യം പൊളിക്കുന്നത് മമ്മൂട്ടിയാണ്. അത് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. മമ്മൂട്ടി 1990-ലോ 91-ലോ മറ്റോ ആണ് മന്നാടിയാരായിട്ട് അഭിനയിക്കുന്നൊരു സിനിമ. ആ സിനിമയുടെ പേര് ധ്രുവം. മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി. അതിൽ മന്നാടിയാരായിട്ട് മമ്മൂട്ടിയാണ് വരുന്നത്. ജോഷിയുടെ സിനിമയാണ്. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CBI ഡയറിക്കുറിപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മിൻ ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മിനായ ഒരു നടൻ, അതിൻ്റെ ശരീരഭാഷ, ഇതെല്ലാം മമ്മൂട്ടിക്ക് സൂപ്പറായിട്ട് യോജിക്കുന്നു, മോഹൻലാലിനേക്കാൾ കൂടുതൽ. സേതുരാമയ്യർ ഒരു ചെറിയ കുറിയുമിട്ട് പുറകിൽ കൈകെട്ടി സേതുരാമയ്യർ നിൽക്കുന്നു. ഇതേപോലെ മോഹൻലാൽ നിൽക്കുന്നു എന്ന് വയ്ക്കുക. മമ്മൂട്ടി മതി എന്ന് പറയാം. എക്സാക്ട്ലി, തർക്കമില്ല. ചില റോളുകളൊക്കെ മമ്മൂട്ടിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുപോലെ നരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വക്കീലായിട്ട് വരുന്നുണ്ടല്ലോ ഒരു സിനിമയിൽ. ഞാൻ അധികം ഇപ്പോൾ സിനിമ കാണാറില്ല. അപ്പോൾ ഇതെല്ലാം മമ്മൂട്ടിക്ക് നല്ല മൈലേജ് കൊടുക്കുന്ന റോളായിരുന്നു. ഈ ധ്രുവം മുതൽ ഇങ്ങോട്ട് മമ്മൂട്ടിയും മോഹൻലാലും ഈ പഴയ പൊളിഞ്ഞ തറവാട് ഫോർമുല എന്നാണ് സിനിമാക്കാരിതിനെ പറയാറുള്ളത്. പൊളിഞ്ഞ തറവാടിനെ നേരെയാക്കിയെടുക്കും. വള്ളുവനാടൻ ഒരു കൾച്ചറൊക്കെ കാണിക്കുന്ന സിനിമകൾ. അതെ, ആ ഭാഷ, അതൊക്കെ മമ്മൂട്ടിക്ക് നന്നായിട്ട്
സ്ഥലം. ഈ മമ്മൂട്ടിയുടെ ഈ പ്രകടനം ഈ ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. മാധ്യമം ഇത് അനലൈസ് ചെയ്തിട്ട് വലിയൊരു ലേഖനം എഴുതിയിരുന്നു, ഈ സിനിമകളെ അനലൈസ് ചെയ്തിട്ട്. ആ സമയത്താണ് മമ്മൂട്ടിയെ സമീപിച്ചിട്ട് കുറേ തലക്കെട്ടുകാരും താടി വെച്ചവരൊക്കെ പറഞ്ഞു, നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇസ്ലാമിക വേഷത്തിലല്ല നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മീശ വടിച്ചിട്ട് താടി വയ്ക്കണം. മമ്മൂട്ടി ഇല്ലേ, ആ വക്കീലിന് കൈക്കൂലി കൊടുക്കാൻ വന്ന ആൾക്കാരുണ്ടല്ലോ, ആ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗുണ്ട്, എണീക്കട അവിടെ നിന്ന് ചന്തിയിലെ പൊടി തട്ടി നേരെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. ഇതുപോലെ ഈ താടിക്കാരെ മമ്മൂട്ടി ഇറക്കി വിട്ടു എന്നാണ് കഥ പരക്കുന്നത്. ഇതൊന്നും മമ്മൂട്ടി ഒന്നും വാ തുറക്കില്ല, ഒരക്ഷരം വേണ്ടിയില്ല ഇത്തരം കാര്യങ്ങളിൽ. മോഹൻലാലാണെങ്കിലും ഒന്നും പറയില്ല. ഇവരൊക്കെ സൂപ്പർ ഈ സംസാരത്തിൽ മിതത്വം പാലിക്കുകയും പെരുമാറ്റത്തിൽ മിതത്വം പാലിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സിനിമയിൽ. മമ്മൂട്ടി, മോഹൻലാൽ, പ്രിയദർശൻ. ഇവരൊന്നും ശരീരഭാഷയിൽ നിന്ന് പോലും നിങ്ങൾക്കൊരു കാര്യം ഊഹിച്ചെടുക്കാൻ പറ്റില്ല. മോഹൻലാലിനെ ജോണി ലൂക്കോസ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഇതുണ്ട്, നേരെ ചൊവ്വയായിരുന്നില്ല, അത് വേറെ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ മനോരമയുടെ ക്യാമറ മോഹൻലാലിൻ്റെ കൈകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഈ കൈവിരലുകളുടെ അനക്കം അത് ആ മനുഷ്യൻ്റെ അഭിപ്രായം, വാഗൊണ്ട് പറയുന്ന അഭിപ്രായത്തെക്കാൾ ഈ അഭിപ്രായത്തിന് പ്രാധാന്യം കിട്ടും. അത് നമുക്ക് പോലും മനസ്സിലാവും. അപ്പോൾ ഇത് മനോരമ സഹസ്രം പയറ്റി നോക്കി, മോഹൻലാലിൻ്റെ വിരലുകൾ വളയുന്നതും തിരിയുന്നതുമൊക്കെ. പക്ഷേ വിരലിൽ നിന്ന് ഒരു സിഗ്നൽ പോലും മനോരമയ്ക്ക് കിട്ടിയില്ല. മോഹൻലാൽ പറഞ്ഞത് കിട്ടി, പക്ഷേ വിരലിൽ നിന്ന് ബോഡി ലാംഗ്വേജ് അളക്കാൻ സാധിച്ചില്ല. ഈ രണ്ട് സ്റ്റാൽവേർഡ്സ്, ഇതിൻ്റെ കൂടെയാണ് തൊട്ട് പിന്നാലെ സുരേഷ് ഗോപി. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇടതുപക്ഷ നരേറ്റീവ് തകർന്നുപോയി. ജിഹാദികൾ ഉണ്ടെങ്കിലും അവർക്കൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ പാകത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ നടന്മാരുടെ പ്രതിഭ കൊണ്ടും അതിൻ്റെ കണ്ടൻറ്റ് കൊണ്ടുമൊക്കെ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, മോഹൻലാലിൻ്റെ അന്ന് ഇറങ്ങുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ശിവൻ്റെയോ ശിവൻ്റെ മക്കളുടെയോ പേരാണ്. ജഗന്നാഥൻ, നീലകണ്ഠൻ, കാർത്തികേയൻ, ഈ സീരീസ് മുഴുവൻ ഇത് മാധ്യമ ആഴ്ചപ്പോൾ ഇപ്പോൾ തപ്പിയെടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ ശിവൻ്റെയും ശിവൻ്റെ മക്കളുടെയും. വാസ്തവത്തിൽ ശിവൻ്റെ മകൻ്റെ പേര് ഒരു ഇതിൽ വരുന്നുള്ളൂ, കാർത്തികേയൻ. അതിൽ തന്നെ നീലകണ്ഠനുണ്ട്. നീലകണ്ഠൻ്റെ മകനാണ് രാവണപ്രഭു. അപ്പോൾ ഇതുണ്ടാക്കിയ ഒരു ചലനം കേരളത്തിൽ ഭീകരമായിരുന്നു. അതോടെ ഈ സോഷ്യൽ മീഡിയ എക്സ്പ്ലോഷൻ തുടങ്ങുന്നതൊരു 2004, 2005 മുതലൊക്കെയാണ്. 2012 ആയിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാ സാധാരണക്കാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 2017 ഫേസ്ബുക്ക് ഇല്ലാത്ത ആളില്ല. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് 4-5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതെന്താ, അല്ലേ ഇതില്ലാതെ പറ്റില്ല ഇപ്പോൾ. അതെന്തിനാ, ഇയാളൊന്നും പോസ്റ്റ് ചെയ്യുന്നുമില്ല, പക്ഷെ മറ്റുള്ളവരോട് വായിക്കണമെങ്കിൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫേസ്ബുക്ക് അത് ഒരു പയ്യൻ അത് റെഡിയാക്കി തന്നു. ശരി, ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. കാരണം ഈ സമയത്ത് എനിക്ക് ഫേസ്ബുക്കില്ല. അല്ല അതുകൊണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടും കാര്യമില്ല. അപ്പോൾ റിക്വസ്റ്റ് ഇപ്പോഴും അയച്ചിട്ടില്ല, ഞാനും അയച്ചിട്ടില്ല. എനിവേ, അതൊരു ഞാൻ പറയുന്നത്, ഒരു സാധാരണ വീട്ടമ്മ പോലും ഇതിൽ കയറി വരുമ്പോൾ 2017 ആയി. പിന്നീട് അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ വളർന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ഡിവിഷൻ ഉണ്ടായി. ഇടതുപക്ഷം പ്ലസ് ജിഹാദി വേഴ്സസ് നാഷണലിസ്റ്റിനെയാണ് ഈ RW റൈറ്റ് വിങ് എന്ന് പറയുന്നത്. റൈറ്റ് വിങ് എന്നുള്ള പേര് അത്ര കറക്റ്റൊന്നുമല്ല, പക്ഷേ ലെഫ്റ്റ് ഉള്ളതുകൊണ്ട് ഇവർ റൈറ്റ് എന്ന് സ്വയം വിളിക്കാറുണ്ട് പലരും. ബട്ട് ബേസിക്കലി ദേ ആർ നാഷണലിസ്റ്റ്. ഈ നാഷണലിസ്റ്റുകളുടെ ഇടയ്ക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ മോഹൻലാലൊന്നും അയോധ്യയിൽ പോയില്ല എന്നുള്ള കുറ്റത്തിന് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാമോ? അത്ര വലിയൊരു കാര്യം മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു. ഇപ്പം ഈയിടെ ഒരു കാര്യം സംഭവിച്ചു. ഈ മീശ നോവൽ എഴുതിയ ഹരീഷ് ആനന്ദ് ബോസിനെ പോയി കണ്ടു. അത് സമ്മാനം കൊടുത്തു. അത് ശരി. അപ്പോൾ രാജ്ഭവനിൽ എത്രയോ പേര് വരുന്ന ഒരു മനുഷ്യനെ ഇറങ്ങിപ്പോടാ നീ എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആനന്ദ് ബോസ് വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷേ അത് ഞാൻ എഴുതി കഴിഞ്ഞാൽ അതേ ചൊല്ലി ഈ കലഹം വർദ്ധിക്കും.
ഇത് ചെയ്യരുതായിരുന്നു എന്നും പറഞ്ഞാൽ അതുമാത്രം പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കയറി തലവയ്ക്കണ്ട, അതിൻ്റെ ഒരു പാർട്ട് എൻ്റെ നിരക്കും വരുമല്ല എന്ന് കരുതി ഞാൻ മിണ്ടാത്തതാണ്. ഇതുപോലത്തെ പല പ്രശ്നങ്ങൾ നാഷണലിസ്റ്റുകളുടെ ഉള്ളിലുണ്ട്. ഇത് ചെയ്യണമായിരുന്നെന്നും വേണ്ടായിരുന്നെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ ഒറ്റക്കെട്ടാണ് മറ്റവരെ ആക്രമിക്കുന്ന സമയത്ത്. അതെ, ഇതാണ് ഈ ചിത്രം. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയും സ്വാഭാവികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മോഹൻലാൽ അയോധ്യയിൽ പോകാത്തതിനെ ചൊല്ലി നടക്കുന്ന വഴക്കിൻ്റെ അടിയിൽ ഇതുമുണ്ട്. സിനിമ ഞാൻ കണ്ടു ടിജി. ഞാൻ പറയുന്നത് ഈ സിനിമ ചീത്തയാണെന്ന് പറയാൻ കുറേ പേർക്ക് അവകാശമുണ്ട്, ആ ക്യാമ്പയിൻ നടത്താനും അവകാശമുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഹൈക്കോടതി നെഗറ്റീവ് റിവ്യൂ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രീം ഓർഡർ കൊടുത്തിരുന്നു. ഹൗ ക്യാൻ യു സേ ദാറ്റ്? ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരെ വിളിച്ചു കൂട്ടാനും, അത് ഓൺലൈനായിട്ട് വിളിച്ചു കൂട്ടാനും, അവരെ ടാഗ് ചെയ്യാനും, അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും ഒക്കെ എനിക്ക് അധികാരമില്ലേ? വേണ്ടതാണല്ലോ. ഇപ്പം നെഗറ്റീവ് പണ്ടിത് ഈ മനഃപൂർവ്വം നെഗറ്റീവ് റിവ്യൂ ചെയ്തതിനെ കുറിച്ചാണ് ഹൈക്കോടതി. അപ്പോൾ എനിക്കൊരു അറിയാവുന്നൊരു സംഭവം. ഇല്ല, മനഃപൂർവ്വം ചെയ്താൽ എന്താ? അല്ല, ഞാനൊരു സംഭവം പറയാം. നമ്മുടെ മാമാങ്കം സിനിമയുണ്ടല്ലോ, വേണു കുന്നപ്പള്ളി നിർമ്മിച്ച് മമ്മൂട്ടി നായകനായ സിനിമ. ആ സിനിമ ആദ്യമേ ഒരു പർട്ടിക്കുലർ ഡേയിൽ, എനിക്കൊന്ന് ഒരു മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നിട്ട് 2 ദിവസം റിലീസിങ് മാറ്റിവെച്ചു. പക്ഷേ 28-ാം തീയതി സോഷ്യൽ മീഡിയയിൽ വലിയ പോസ്റ്റുകൾ, മാമാങ്കം കണ്ടു, വളരെ മോശം സിനിമയാണെന്ന്. അതിൻ്റെ പേര് കേസ് പോകുന്നു. സിനിമ മാറ്റിവെച്ചത് അറിയാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് നെഗറ്റീവ് റിവ്യൂ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്ന അത് കേസ് വന്നു, അറസ്റ്റ് ചെയ്തു. അതിൽ തെറ്റെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു ബ്ലണ്ടർ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ? അത് എനിക്ക് സുനിലിനോട് അന്യഥാ വിരോധമുണ്ട്. അപ്പോഴാണ് സുനിൽ നല്ലൊരു സിനിമ പിടിക്കുന്നത്. ഇവൻ എന്ത് സിനിമ പിടിച്ചാലും ശരി, ആ സിനിമ മോശമാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതും. ആ എഴുത്ത് ഞാൻ നേരത്തെ റെഡിയാക്കി വയ്ക്കും. ആ ഡേറ്റിന് ഞാൻ ഫേസ്ബുക്ക് സിനിമ മാറിയില്ലെന്ന് അറിയത്തില്ല, സിനിമ ഇറങ്ങിയില്ല, കാരണം ഞാൻ പ്രീഡിക്റ്ററും എന്താണ് ഇത് മോശമാണെന്ന് പറയാൻ. ഇതാണ് സംഭവം. പക്ഷേ ഇതിൽ കുറ്റകൃത്യമൊന്നുമില്ല എന്ന്. ഇറ്റ്സ് എ ബ്ലണ്ടർ ഓൺ മൈ പാർട്ട്. ഇതിൽ കവിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യാനും പിടിക്കാനും ഒക്കെ കുറ്റകൃത്യം എന്താ? ഒരാൾക്കൊരു സിനിമ മോശമാണ്, തല്ലിപ്പൊളിയാണ്, കാശിന് കൊള്ളുക, എൻ്റെ കാശും പോയി, എല്ലാം നഷ്ടമായി എന്ന് പറയാൻ അവകാശമില്ലേ? ഉണ്ട്. നേരത്തെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് ബാക്കിയുള്ളവർ കയ്യിൽ കാശോ ഇത് മിച്ചം എന്നൊക്കെ പറഞ്ഞ് 4-5 പേരിൽ ഒതുങ്ങുമായിരുന്നു. ഇപ്പോൾ അത് ഒതുങ്ങുന്നില്ല. ബട്ട് അപ്പോഴും അതിനകത്ത് കുറ്റകൃത്യമൊന്നുമില്ല. അത് ചെയ്യാതിരുന്നാൽ നല്ലത് എന്നുള്ളതല്ലാതെ ഒരാൾക്ക് ചെയ്യാൻ അവകാശമുണ്ട്. ഒരുപാട് പേരുടെ ജീവിതമാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അല്ല, ഇപ്പോൾ ഈ ഇൻഡസ്ട്രി ഒരുപാട് പേരുടെ ജീവിതവും ഇൻഡസ്ട്രിയാണ്. പുകയിലേക്കെതിരെ എത്ര പരസ്യം നടക്കുന്നു? ഒരുപാട് പേരുടെ ജീവിതവും ഇൻഡസ്ട്രി അല്ലേ അത്? ഗോൾഡൻ ടുബാക്കോ കമ്പനിയും അസീർ സുൽത്താൻ നിൽക്കുമ്പം പൂട്ടിപ്പോകില്ലേ ഈ പ്രചരണം? കാരണം സർക്കാർ സ്പോൺസേഡ് പ്രചരണമാണ്. അതെ അതെ. ഓരോ സിഗരറ്റ് പാക്കറ്റിൻ്റെയും മുകളിൽ അടിച്ചു വയ്ക്കുന്നത്, ഇനി തട്ടിപ്പോകൂടാ, നിനക്ക് ക്യാൻസർ വരുവിടാന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ടാക്സും മേടിക്കും. അല്ല, അത് പിന്നെ മേടിക്കുമല്ലോ. ഞാൻ പറയുന്നത് അതല്ല. സോ യു ക്യാൻ സേ നെഗറ്റീവ് തിങ്സ് അബൌട്ട് എനിത്തിങ് ഇൻ ദ വേൾഡ്. നത്തിങ് പ്രിവെൻസ് യു. അതിൽ നെഗറ്റീവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മോഹൻലാലിൻ്റെ പുതിയ സിനിമയുണ്ടല്ലോ, മലയക്കോട്ടെ വാലിബൻ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ സിനിമ കണ്ടു. അത് ഓവർ ഹൈപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രശ്നം സിനിമയ്ക്കുണ്ട്. വലിയ എക്സ്പെക്റ്റേഷനിൽ ബാഹുബലി പോലെ ഒരു സിനിമയെന്ന് പറഞ്ഞ ആൾ കയറി. പക്ഷേ രസകരമായൊരു കാര്യം, ടി ജി പറഞ്ഞ പോലെ നിരാശരായ സംഘികൾ, ഓൺലൈൻ സംഘികൾ, അതൊരു പ്രത്യേക കാറ്റഗറിയാണല്ലോ. അവർ പറയുന്നു ലാലേട്ടൻ മുൻകാലങ്ങളിലെടുത്ത നിലപാടുകൾ, അദ്ദേഹം പലപ്പോഴും ധീരതയോടെ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അക്ഷതം വാങ്ങിച്ചു, അയോധ്യയ്ക്ക് പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മലയക്കോട്ടെ വാലിബൻ കണ്ടു. പക്ഷേ സിനിമ പോരാ കേട്ടോ എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് രസകരമായൊരു കാര്യം ടി ജിയുടെ അറിവിലേക്ക്, ടി ജി മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇന്നലെ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ 1 ചാനലിൽ കണ്ടു. അതിൽ നിഷാദ് റാവുത്തറും സംഘവും ഇരുന്ന് മലയക്കോട്ടെ വാലിബനെ അങ്ങ് പുകഴ്ത്തുകയാണ്. മോഹൻലാലിനെ പോലൊരു സിനിമയിൽ സ്വാഭാവിക പ്രതികരണം. ഇവരിങ്ങനെ മോഹൻലാലിൻ്റെ സിനിമ മോശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നല്ലതെന്ന് അവർ പറയണം. അതാണല്ലോ അവരുടെ ഡ്യൂട്ടി. അങ്ങനെ ചെയ്യുന്നതാണ്. ഏതായാലും ഞാൻ ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് തെറ്റൊന്നും കാണുന്നില്ല. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് മഹത്തായ സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടക്കാറില്ലേ? അതെ. മോഹൻലാലിൻ്റെ വലിയ കട്ടൗട്ടൊക്കെ വയ്ക്കാറില്ലേ? ഇത് ചെയ്യാമെങ്കിൽ ഇത് തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞും ചെയ്യാം. അതെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട്. അല്ല, ആ സിനിമയെക്കുറിച്ച് നമ്മുടെ പ്രതീക്ഷയാണ്. മലയക്കോട്ടെ വാലിബൻ ഒരു നല്ല സിനിമയാണ്, നിശ്ചയമായും മലയാളി കാണേണ്ട മസ്റ്റ് വാച്ച് സിനിമകളിലൊന്നാണ്. പക്ഷേ ഒരു ബാഹുബലി കാണാൻ വേണ്ടി ആ സിനിമയ്ക്ക് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പ്രേക്ഷകരെ പറ്റി സുനിലിനുള്ള അഭിപ്രായമാണ്. പ്രേക്ഷകർ അവരുടെ അഭിപ്രായവും പറയുന്നു.
പ്രേക്ഷകരുടെ മൊത്തത്തിൽ ഒരു എന്താ പേട്രണൈസിങ് ആയിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. അവരുടെ നിരാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ന സിനിമ പോലെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് പോയി, അതുകൊണ്ടാണ് അവർ നിരാശരായത് എന്നൊക്കെ പറയാൻ നമുക്കെന്താ അവകാശം? അല്ല, അവരുടെ നിരാശയുടെ കാരണം എഴുതിയിട്ടുണ്ട്. അതല്ല വേറൊന്നാണ് കാരണം എന്ന് പറയുന്നത് അത്ര കണ്ട് ശരിയല്ല. അതെ അതെ. ഏതായാലും ലാലേട്ടൻ്റെ സിനിമ, ലാലേട്ടൻ അയോധ്യയ്ക്ക് പോയില്ല എന്നതുകൊണ്ട് പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ ജിഹാദികളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അത് ഒരു സ്വയം ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. ഈ ഡിസ്കഷൻ നീട്ടിക്കൊണ്ടു പോകണ്ട. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.